നമസ്കാരം. ചേന്ദമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരുടെ കൊലപാതകത്തിൽ നടുങ്ങിയിരിക്കുകയാണ് നാട്. അയൽവാസിയായ ഋതു ഇരുമ്പുവടി കൊണ്ട് അടിച്ചുകൊന്ന 3 പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണ് ഋതു എന്നും നിരീക്ഷണത്തിലായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു. കോടതിയിലെത്തിച്ച പ്രതിയെ നാട്ടുകാർ കയ്യേറ്റം ചെയ്യാനും ശ്രമിച്ചു. കരിമ്പാടത്തെ വീട്ടിൽ ഒരു നാട് മുഴുവൻ നിലവിളിക്കുകയായിരുന്നു. കാട്ടിപ്പറമ്പിൽ വേണുവിന്റെയും ഉഷയുടെയും വിനിഷയുടെയും മൃതദേഹം ഉച്ചയ്ക്ക് ശേഷമാണ് ബന്ധുവീട്ടിലെത്തിച്ചത്. ഒരു മതിലിനപ്പുറം താമസിക്കുന്ന ഋതുവിന്റെ കൊടും ക്രൂരതയിൽ സ്തംഭിച്ചിരിക്കുകയാണ് ചേന്ദമംഗലം എന്ന നാട്. അമ്മയെ, അപ്പൂപ്പനെയും അമ്മുമ്മയെയും വിനിഷയുടെ കുഞ്ഞുങ്ങൾ അവസാനമായി കണ്ടു. സ്ഥലം MLA കൂടിയായ പ്രതിപക്ഷ നേതാവും വീട്ടിലെത്തി. മോട്ടോർ സൈക്കിളിന്റെ സ്റ്റംപ് ഉപയോഗിച്ചാണ് ഋതു 4 പേരുടെയും തലക്കടിച്ചത്. വേണുവിന്റെ തലയിൽ മാത്രം മാരകമായ 6 മുറിവുകൾ ഉണ്ട് എന്നാണ് ഇൻക്വസ്റ്റിലൂടെ തന്നെ തിരിച്ചറിഞ്ഞത്. 2 ദിവസം മുൻപ് ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയ ജിതിനെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു വീട്ടിലേക്ക് പാഞ്ഞെത്തിയത് എന്നാണ് ഋതുവിന്റെ പ്രാഥമിക മൊഴി. തടുക്കാൻ ശ്രമിച്ച 3 പേരെയും കുഞ്ഞുങ്ങളുടെ മുന്നിലിട്ട് തലക്കടിച്ചു. ജിതിനെയും ആക്രമിച്ചു വീഴ്ത്തിയ ശേഷമാണ് ജിതിന്റെ തന്നെ ബൈക്കെടുത്ത് പോലീസ് സ്റ്റേഷനിലെത്തി ഋതു കീഴടങ്ങിയത്. ഗുരുതരമായി പരിക്കേറ്റ ജിതിന്റെ ചികിത്സ തുടരുകയാണ്. തന്റെ സഹോദരിയെ കളിയാക്കിയതിലുള്ള ദേഷ്യത്തിലായിരുന്നു ആക്രമണമെന്നാണ് ഋതു പോലീസിനോട് പറയുന്നത്. പ്രതിക്ക് മാനസിക പ്രശ്നമുണ്ടെന്ന അഭ്യൂഹം പരന്നുവെങ്കിലും പ്രാഥമിക അന്വേഷണത്തിൽ അങ്ങനെയൊന്ന് കണ്ടെത്തിയിട്ടില്ല എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ആക്രമണ സമയത്ത് ലഹരി ഉപയോഗിച്ചിട്ടുമില്ല എന്ന് മുനമ്പം DYSP പറഞ്ഞു. 5 കേസുകളിൽ പ്രതിയായ റൌഡി ലിസ്റ്റിലുള്ള ഋതു നിരീക്ഷണത്തിലായിരുന്നുവെന്നും പോലീസ് കഴിഞ്ഞ നവംബറിലും ഡിസംബറിലും വീട്ടിലെത്തിയും അന്വേഷിച്ചിരുന്നുവെന്നും അതിനിടെയാണ് ബംഗളൂരുവിൽ നിർമ്മാണ ജോലിക്ക് പോയി മടങ്ങി വന്നത് എന്നും എന്നാൽ ഈ വീട്ടുകാർക്ക് മാത്രമല്ല നാട്ടുകാർക്കെല്ലാം ശല്യമായിരുന്ന ഋതുവിനെ പോലീസ് പൂട്ടാൻ വൈകിയതാണ് ദാരുണമായി ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നും നാട്ടുകാർ പറയുന്നുണ്ട്.